വൺ പീസ് ആനിമെ സ്കൈപ്പിയ സാഗ 5ാം ഭാഗത്തിലേക്ക് സ്വാഗതം. നേരം പുലർന്നു. നാമിയാണെങ്കിൽ ലൂഫി വരാഞ്ഞിട്ട് ആരിശത്തിലായിരുന്നു. ഇവൻ ഇത് എവിടെ പോയി കിടക്കുക? നേരം വെളുത്തു. ഇങ്ങനെയാണേൽ കറണ്ട് മിസ്സാവും. ആ സ്വർണവും ചുമന്നുകൊണ്ട് വരേണ്ടത് കൊണ്ട് പിന്നെ സമയമെടുക്കും. അതൊന്നും ആ മണ്ണ ചിന്തിച്ചു പോലും കാണത്തില്ല. അയ്യോ, ചിലപ്പോ ലൂഫി തോറ്റുപോയി കാണുവോ? ചോപ്പർ പരിഭ്രമിച്ചു. ആ ബെല്ലമിയോടാണോ? അവൻ തോറ്റു പോയിട്ടുണ്ടല്ലേ, സമയത്തിന് തിരിച്ചു വന്നാൽ ഞാൻ നല്ലത് കൊടുക്കും. നീ ഇതൊന്ന് വിടുവോ നാമി? പെട്ടെന്ന് ദൂരെന്ന് ലൂഫിയുടെ ശബ്ദം കേട്ടു. അവനൊരു വണ്ടിനെ പിടിച്ചോണ്ടായിരുന്നു വരുന്നത്. എടാ ലൂഫി, പെട്ടെന്നാവട്ടെ, സമയം പോയി. ഇത് കണ്ടോ, ഹെർക്കുലീസ്. ഇതിനെ പിടിക്കാൻ കുറെ നേരം എടുത്തു. നീ അതിന്റെ പുറകെ നടക്കുവായിരുന്നോടാ തെണ്ടി. ലൂഫി വന്ന് നോക്കിയപ്പോ ഗോയിങ് മെറിയിൽ കുറെ മോഡിഫിക്കേഷൻസ്, ഒരു കോഴിയെ പോലെ ചിറകും വാലും തലേപ്പൂവും ഒക്കെ വെച്ച് ഗോയിങ് മെറി റെഡി ആയി കിടക്കുന്നു. അടിപൊളി. ഇതാണ് ഗോയിങ് മെറി ഫ്ലൈയിങ് മോഡൽ. ഓളാ പിന്നല്ല, ഇവര് നമുക്ക് ചെയ്തു തന്നെയാ. അതേണ്ട കിടക്കുന്നു, കണ്ടിട്ട് എന്തോ പോലെ ഉണ്ട്. ശരിയാ, കോഴിയേക്കാളും നല്ലത് പ്രാവെങ്കിലും ആയിരുന്നു ഒന്ന് സോറോ. അതല്ലടാ തെണ്ടി ഇവിടുത്തെ പ്രശ്നം. നീ മണ്ടനാണോ? ലൂഫി തിരികെ കൊണ്ടുവന്ന സ്വർണമെല്ലാം ക്രിക്കറ്റിന് മുന്നിൽ വെച്ചു. ക്രിക്കറ്റ് കുറച്ചു നേരത്തേക്കൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് പോയി കപ്പലിൽ കയറാൻ നോക്ക്, സമയമില്ല. ആകാശത്തേക്ക് പോകാനുള്ള അവസരം നീ പാഴാക്കുകയാണോ മണ്ട? കപ്പല് പണിതതിന് നന്ദി എന്ന് ലൂഫി. അവരോടാ നീ നന്ദി പറയേണ്ടത്. ഷോജോ പൈരറ്റുകളെയും മാസ്ര പൈരറ്റുകളെയും ചൂണ്ടി ക്രിക്കറ്റ് പറഞ്ഞു. എല്ലാവർക്കും നന്ദിയുണ്ടേ. അവർക്കൊരു സമ്മാനമായി ലൂഫി അവന് ഹെർക്കുലീസിനെയും കൊടുത്തു. പെട്ടെന്ന് വാ, നമ്മൾ ഇപ്പോഴേ താമസിച്ചു. അതെ, ഞങ്ങൾ മുന്നിൽ പോകാം, നിങ്ങൾ പിറകെ വാ. ലൂഫി ഗോയിങ് മെറിയിലേക്ക് ഓടി. ക്രിക്കറ്റ് തന്റെ മുന്നിലിരിക്കുന്ന സ്വർണത്തിൽ നോക്കി. അയാൾ തലേന്ന് ബെല്ലമി പരിഹസിച്ചു തോർത്തു. സ്വപ്നങ്ങളെ പുച്ഛിച്ച് ചിരിച്ചു തോർത്തു. അയാൾ ഉറക്ക സർവയാമ അലയൻസിനോട് വിളിച്ചു പറഞ്ഞു, ഇത് പിഴക്കരുത്. എന്തു തന്നെ സംഭവിച്ചാലും അവർക്ക് വേണ്ടി നിങ്ങൾ ഉള്ളതെല്ലാം നൽകണം. ഗോയിങ് മെറി നങ്കൂരമുയർത്തി ക്രിക്കറ്റിന്റെ വീടിനരികിൽ നിന്നും പുറംകടലിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ ക്രിക്കറ്റ് അവരോടായി പറഞ്ഞു, പിള്ളാരെ, നമ്മളിവിടെ വഴി പിരിയുകയാണ്. ഉറപ്പായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ചരിത്രത്തിൽ ആരും ഇതുവരെ സ്വർണ്ണ നഗരമോ ആകാശദ്വീപോ ഇല്ലാത്തതായി തെളിയിച്ചിട്ടില്ല. ആളുകൾ ചിരിച്ചുകൊണ്ട് ഇത് മണ്ടത്തരമാണെന്നൊക്കെ പറഞ്ഞേക്കാം, പക്ഷേ എനിക്കിത് മതി. അത് തന്നെയാണല്ലോ റൊമാന്റിസിസം. സ്വർണത്തിന് നന്ദി. ഇനി ആകാശത്ത് നിന്നും വീഴാതെ നോക്കിക്കോണം. സ്ട്രോഹാറ്റുകളും അയാൾക്ക് യാത്ര പറഞ്ഞു. ബ്ലാക്ക് ബിയർഡും കൂട്ടരും ചെങ്ങാടം പോലെ ഇരിക്കുന്ന അവരുടെ കപ്പലിൽ കടലിൽ ഉണ്ടായിരുന്നു. അവർ ആകാശദ്വീപിലേക്ക് പോകാനിരുന്ന സ്ട്രോഹാറ്റുകളെ പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവർക്കറിയാം പിറകെ ചെല്ലുന്നത് ബുദ്ധിമുട്ടാകും, പോകുന്നതിന് മുന്നേ തന്നെ പിടികൂടണമെന്ന്. ബ്ലാക്ക് ബിയർഡ് ലൂഫിയുടെ ബൗണ്ടിക്ക് പിറകെയുമായിരുന്നു. മാസ്ര പൈരറ്റുകളും ഷോജോ പൈരറ്റുകളും കടലിലൂടെ ഗോയിങ് മെറിയെ മുന്നിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, 7 മണിയായി. 11 മണിയാകുമ്പോൾ പറഞ്ഞ സ്ഥലത്ത് ചെല്ലും. നോക്കപ്പ് സ്ട്രീമിന്റെ ഉത്ഭവ സ്ഥലം മാറിക്കൊണ്ടേയിരിക്കും, അതുകൊണ്ട് നേരത്തെ ചെന്ന് അത് കണ്ടുപിടിക്കണം, മാസ്ര പറഞ്ഞു കൊടുത്തു. ലൂഫിയും ഉസോപ്പും ചോപ്പറും ഇതൊന്നും ശ്രദ്ധിക്കാതെ ആ സൗത്ത് വേർഡിനെ നോക്കി നിൽപ്പായിരുന്നു. ലൂഫി അതിന്റെ തല പിടിച്ച് തിരിച്ചു വെക്കും, പക്ഷെ അതിന്റെ തല പിന്നെ സൗത്തിലോട്ട് തന്നെ തിരിയും. അവന്മാരെ അത് കുറെ ഇട്ട് ഓടിച്ചതല്ലേ, അതുകൊണ്ട് അവന്മാരെല്ലാം അതിനെ കളിയാക്കി ചിരിച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് ടെൻഷനൊന്നും ഇല്ലാഞ്ഞത് കണ്ടിട്ട് മാസ്രയ്ക്കും ഷോജോയ്ക്കും ടെൻഷൻ. ഈ സമയം കടലിൽ കൂടി വന്ന ബ്ലാക്ക് ബിയർഡ് പൈരറ്റുകൾ ഇരുണ്ട ആകാശവും കടലും ദൂരെ നിന്ന് കണ്ടു. അതുപോലെ മാസ്രയും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ക്യുമുലോ റിഗാലിസ് മേഘങ്ങൾ കണ്ടു. സമയം 10 മണിയായിരുന്നു. എന്നാലും അവർ വിചാരിച്ചതിലും നേരത്തെയാണ് മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. ഷോജോ ഉടനെ തന്നെ ഡൈവേഴ്സിനോട് കടലിൽ ചാടി കറന്റുകൾക്ക് വേണ്ടി നോക്കാൻ പറഞ്ഞു. അവന്മാർ അതുപോലെ തന്നെ ചെയ്തു. അതാണോ ക്യുമുലോ റിഗാലിസ് മേഘങ്ങൾ? അകത്തിരുന്ന സ്ട്രോഹാറ്റുകളെല്ലാം ബഹളം കേട്ട് എന്നാന്നറിയാനായി ഇറങ്ങി വന്ന് ചോദിച്ചു. നമ്മൾ വിചാരിച്ചതിലും നേരത്തെ അത് പ്രത്യക്ഷപ്പെട്ടു, പക്ഷെ നമ്മൾക്ക് ഇപ്പോഴും ആ കറന്റിന്റെ ലൊക്കേഷൻ അറിയില്ല, നാമി പറഞ്ഞു. ഷോജോ സോണാറൊക്കെ ഉപയോഗിച്ച് തിരഞ്ഞു. അപ്പോൾ ഒരുത്തൻ പൊങ്ങി വന്ന് പറഞ്ഞു, ഒരു വലിയ കറണ്ട് നേരെ മുന്നിലുണ്ടെന്ന്. അതുപോലെ വലിയൊരു സീക്കിങ്ങും അവരുടെ തൊട്ടടുത്തുണ്ടെന്ന്. മറ്റൊരുത്തൻ വന്ന് പറഞ്ഞു, ഒരു വലിയ ചുഴി മുന്നിലുണ്ടെന്ന്. ആ ചുഴിയുടെ ദിശയിലേക്ക് ഉടനെ തന്നെ പോകാൻ മാസ്ര ഉറക്കെ പറഞ്ഞു. അത് സ്ഫോടനത്തിന്റെ സൂചനയാണത്രേ. പിന്മാറാതെ ആ ചുഴിയിലേക്ക് പോകൂ. കടലപ്പോൾ ഇളകി മറിയാൻ തുടങ്ങി. തിരകളുടെ ഉയരം ഭീതിജനകമായി ഉയർന്നു. കപ്പലുകൾ ആടി ഉലഞ്ഞു. സ്ഫോടനത്തിന് മുന്നേയുള്ള ഭൂമികുലുക്കമാണിത്, തയ്യാറായിരുന്നു, മാസ്ര ഉറക്കെ പറഞ്ഞു. നാവിഗേറ്റർ, ലോകിൽ എന്താ കാണിക്കുന്നത്? റോബിൻ നാമിയോട് ചോദിച്ചു. ഇത് നേരെ മേഘത്തിലേക്കാണ് ചൂണ്ടുന്നത്. ആകാശദ്വീപ് അതിന്റെ മുകളിൽ തന്നെ ആയിരുന്നു. കാറ്റിന്റെ ദിശയും പെർഫെക്റ്റ് ആണ്. ആ മേഘങ്ങൾ ചുഴിയുടെ നടുക്കോട്ട് തന്നെയാണ് പോകുന്നത്, നാമി പറഞ്ഞു. ഓയ്, എന്തുവായി ചുഴി? ഞാനൊന്നും കാണുന്നില്ലല്ലോ എന്ന് ലൂഫി. ഇത്തവണ കോളടിച്ചെന്നാ തോന്നുന്നത് ബ്രദർ. അതെ, നല്ല വലിയ സ്ഫോടനം തന്നെ ആയിരിക്കും ഇത്. ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റുമോ? തീർച്ചയായും.
ഉടനെ ഷോജോയുടെ കപ്പലിൽ നിന്നും 2 ഹുക്ക് ചെന്ന് ഗോയിങ് മറിയിൽ കണക്ട് ചെയ്തു. ഞങ്ങൾ നിങ്ങളെ ആ ചുഴിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാം എന്ന് മാസറ പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നാ ചെയ്യുമെന്ന് നാമി. അതിന്റെ ഒഴുക്കിന്റെ കൂടെ കയറി പറ്റണം. നടുക്കോട്ട് ചെല്ലാൻ പറ്റുകയാണെങ്കിൽ കാര്യം സാധിക്കാം. അവർ ആ വലിയ ചുഴിയുടെ അടുത്തെത്തിയിരുന്നു. അയ്യോ, നമ്മളെ വലിച്ചടിപ്പിക്കുന്നേ! ഉസോപ്പ് കരഞ്ഞു. വലിച്ചടിപ്പിക്കുന്നതിനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് നാമി. പേടിക്കണ്ട നാമിസാൻ, റോബിൻചാനെ നാമിസാനെ ഞാൻ സംരക്ഷിച്ചോളാമെന്ന് സാഞ്ചി. ചോപ്പറിന് എന്തോ കാര്യം പിടികിട്ടിയില്ല. റോബിനാണെങ്കിൽ അത്ഭുതത്തിൽ. ഉസോപ്പാണെങ്കിൽ തിരിച്ചു പോകാവേ എന്ന് പറഞ്ഞ് കാറി വിളിച്ചു. നിന്റെ വിധി സ്വീകരിച്ച ഉസോപ്പേ, വേറെ ഒരാളിവിടെ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് സോറോ പറഞ്ഞു. വാ, ആകാശദ്വീപിലേക്ക് പോകാം. ലൂഫി ആണെങ്കിൽ ഒടുക്കത്തെ ആവേശത്തിലായിരുന്നു. പെട്ടെന്നൊരു വലിയ സീക്കിങ് കടലിൽ നിന്നും ഉയർന്നു വന്നു. നാമിയും ചോപ്പറും ഉസോപ്പും നിന്നു വിറച്ചു. പക്ഷേ അത് ചുഴിക്കകത്തേക്ക് വീണുപോയി. അവരെ ആ വലിയ ചുഴിയുടെ വശങ്ങളിൽ എത്തിച്ചിട്ട് മാസറയും ഷോജോയും മാറി നിന്നു. ഓക്കെ, ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്, മാസറ വിളിച്ചു പറഞ്ഞു. ആ, ലിഫ്റ്റ് തന്നതിന് നന്ദി, ലൂഫി കൈ കാണിച്ചു. അയ്യോ പോവല്ലേ, നിൽക്കോ! ഉസോപ്പും ചോപ്പറും നിന്ന് കാറി. അതിനെക്കുറിച്ച് നേരത്തെ ഒന്നും പറയാഞ്ഞുകൊണ്ട് നാമി കലിപ്പിലും. പെട്ടെന്ന് തന്നെ ആകാശം ഇരുണ്ടു. ഗോയിങ് മറിയെ ചുഴി ഉള്ളിലേക്ക് വലിച്ചടിപ്പിക്കാൻ തുടങ്ങി. തിരിച്ചു പോകാവടാ ലൂഫി, നമുക്ക് ഇനി രക്ഷപ്പെടാനാവും. ഈ ചുഴി തന്നെ നമ്മളെ കൊന്നുകളയും. ആകാശദ്വീപ് സ്വപ്നത്തിനകത്ത സ്വപ്നം മാത്രമാടാ, ഉസോപ്പ് കരഞ്ഞു പറഞ്ഞു. സ്വപ്നത്തിനകത്ത സ്വപ്നമാണല്ലേ? അതേടാ ലൂഫി, നമുക്കിതിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലടാ എന്ന് നാമി. സ്വപ്നത്തിനകത്തുള്ള സ്വപ്നത്തിലെ ദ്വീപ് അത്രയും വലിയൊരു സാഹസിക യാത്ര ഞാൻ വേണ്ടെന്ന് വെച്ചാല് ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ അതോർത്ത് ദുഃഖിക്കും. ലൂഫി ഭയങ്കര ആവേശത്തിലായിരുന്നു. അവനിത് ആഘോഷിക്കുക. അപ്പോൾ സോറോ അത് ശ്രദ്ധിച്ചു. ഓയ്, നീയൊക്കെ ഇവിടെ കിടന്ന് ആവശ്യമില്ലാതെ അലച്ചോണ്ടിരുന്നു. നമ്മൾ അതിന്റെ അകത്തേക്ക് തന്നെ പോവുകയാണ്. ആ വലിയ ഇരുണ്ട ചുഴിയുടെ അകത്തേക്ക് തന്നെ ഗോയിങ് മറി പോകുന്നു. ഗോയിങ് മറി ചെന്ന് ആ വലിയ ഇരുണ്ട ഗർത്തത്തിലേക്ക് ചാടി താഴേക്ക് വീഴാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് അവർ ലാൻഡ് ചെയ്തു. ആ വലിയ ചുഴി അപ്രത്യക്ഷമായി. അവർക്കൊന്നും മനസ്സിലായില്ല. അത്രയും വലിയ ചുഴി എവിടെ പോയി? കടൽ നിശ്ചലമായി നിന്നു. പക്ഷേ എന്തൊക്കെയോ അടിയിൽ നടക്കുന്നുണ്ട്. അല്ല, അത് തുടങ്ങിക്കഴിഞ്ഞു. പുറത്തുനിന്ന് മാത്രമേ അപ്രത്യക്ഷമായിട്ടുള്ളൂ. പെട്ടെന്ന് നിക്കവിടെ എന്നൊരു ശബ്ദം കേട്ടു. ബ്ലാക്ക് ബിയർഡിന്റെ കപ്പൽ. അവരത് തുഴഞ്ഞു വരുന്നു. ഇട്ടിപ്പോയി നിന്നെ മുഖിവാറാനോ ലൂഫി. അതാ മോക്ക് ടൗണിൽ വെച്ച് കണ്ട പുള്ളിയല്ലേ? നാമി അയാളെ തിരിച്ചറിഞ്ഞു. ആരി? ഞാൻ നിന്റെ 100 മില്യൺ ബൗണ്ടി ശേഖരിക്കാൻ വന്നതാണ്. തയ്യാറായിരുന്നു. സൈഡിലുണ്ടായിരുന്ന മാസ്റ്ററേയും ഷോജോയ്ക്കും അവരാരാണെന്ന് മനസ്സിലായില്ല. ഇവിടെന്താ ഇത്ര ഇരുട്ട്? എന്റെ ബൗണ്ടിയോ? 100 മില്യനോ എന്ന് വെച്ചാ? നിനക്കറിയത്തില്ലായിരുന്നു അല്ലേ? നിന്റെ തലയ്ക്കിപ്പോൾ 100 മില്യൺ ബെറിയാണ് വില. അതുപോലെ പൈലറ്റ് ഹണ്ടർ സോറോയ്ക്ക് 60 മില്യനും. ബ്ലാക്ക് ബിയർഡ് അവർക്ക് ബൗണ്ടി പോസ്റ്റർ കാണിച്ചു കൊടുത്തു. ആ ശരിയാടാ, പുതിയ വാണ്ടഡ് പോസ്റ്റേഴ്സ് ആണത്. സോറോ, നിനക്കിപ്പോ ബൗണ്ടി ഉണ്ട്. ഉസോപ്പ് ബൈനോക്കുലറിൽ കൂടി നോക്കി സ്ഥിരീകരിച്ചു. എന്തുവാ? അപ്പൊ എന്റെ കാര്യമോ? എനിക്കും കാണും, നോക്ക് നീ, സാഞ്ചി ചാടി വന്ന് പറഞ്ഞു. ആ ഇല്ല, ശരിക്കും നോക്കടാ. ഇല്ല. ആ ശരിയാ, അലബാസയിലെ സംഭവത്തിന് ശേഷം നിന്റെയൊക്കെ ബൗണ്ടി ഒത്തിരി കൂടി. പക്ഷേ 100 മില്യൺ, നാമിക്ക് അത്ഭുതം. 100 മില്യൺ കേട്ടോ? എനിക്കിപ്പോ വില 100 മില്യൺ. 60 മില്യനോ? ആ കുഴപ്പമില്ല. ലൂഫിയും സോറയും സന്തോഷിച്ചു. സന്തോഷിക്കാത്ര മണ്ടന്മാരെ. അപ്പോൾ കടലിലെ ജലം ഉയരാൻ തുടങ്ങി. ഇതാ അത് വരുന്നു. ഗോയിങ് മറി കിടന്ന ഭാഗം ഉയർന്നു. ജലമുയർന്ന കാരണം ബ്ലാക്ക് ബിയർഡിന്റെ കപ്പൽ പിറകിലേക്ക് പോയി. സ്ട്രോഹാറ്റുകൾ സേഫായിട്ട് പിടിച്ചു നിൽക്കാൻ ഓടി. കടലിലെ ജലം ഒത്തിരി ഉയർന്നു. എന്നിട്ടൊരൊറ്റ പൊട്ടൽ മുകളിലേക്ക്. ബ്ലാക്ക് ബിയർഡിന്റെ കപ്പൽ തകർന്ന് താഴെ വീണു. അങ്ങ് അകലെ നടക്കുന്ന ആ വലിയ അത്ഭുത പ്രതിഭാസം ക്രിക്കറ്റിന് കാണാമായിരുന്നു. അത്ര ഭീമാകരമായിരുന്നു നോക്കപ്പ് സ്ട്രീം. അത് മേഘങ്ങൾക്കകത്തുകൂടെ മുകളിലേക്ക് ഉയർന്നുപോയി. മാസറയും ഷോജോയും കപ്പലുകൾ കൊണ്ട് കഷ്ടിക്ക് രക്ഷപ്പെട്ടു. ഗോയിങ് മറി നോക്കപ്പ് സ്ട്രീമിലേറി മുകളിലേക്ക് കുതിച്ചു. എന്തുവാണോ നടക്കുന്നേ? കപ്പൽ വെള്ളത്തിന്റെ തൂണിക്കൂടി മേളിലേക്ക് പോകുന്നേ. അടിപൊളി! ഇതൊക്കെ എങ്ങനാണോ നടക്കുന്നത്? അപ്പോൾ നാമി അത് ശ്രദ്ധിച്ചു. കാറ്റ് സ്ട്രോഹാറ്റുകൾ താഴെ പോകാതെ പിടിച്ചിരുന്നു. യോഷ്, നമ്മൾക്കിനി ആകാശത്തേക്ക് പോകാം. ഗോ വെരി! എനിക്ക് അതത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല, സാഞ്ചി പറഞ്ഞു. അയ്യോ, എന്നാ പറ്റി? എന്തേലും മറന്നോ? കപ്പലിതേ പറക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ പോയാലും നമ്മുടെ അന്ത്യത്തിലെ ചെന്ന് അവസാനിക്കൂ. ഗോയിങ് മറി നോക്കപ്പ് സ്ട്രീമിൽ നിന്നും വിട്ടുപോകാൻ തുടങ്ങുന്നു. പക്ഷേ നമ്മൾ ഇനി എന്ത് കാണിക്കാനാ? പിടിച്ചിരിക്കാൻ പോലും പറ്റുന്നില്ല. അതെന്തുവാ? നോക്കിയപ്പോൾ ഒരു സീക്കിങ് മുകളിൽ നിന്ന് വീഴുന്നു. ആ മുമ്പ് ഇതിന്റെ അകത്തേക്ക് പോയ സീക്കിങ് അത്. ആ സീക്കിങ് താഴെ കടലിലേക്ക് വീണു. കണ്ടോ, കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്കും ഇത് സംഭവിക്കും എന്ന് സാഞ്ചി. ഓയ്, നമ്മളൊരു വലിയ സ്ഫോടനത്തിൽ കയറിയായി പോകുന്നേ. നമ്മൾക്ക് എന്നാ ചെയ്യാൻ പറ്റും? സോറ ചോദിച്ചു. അപ്പോൾ വേറെ കുറെ സാധനങ്ങൾ കൂടി വീഴാൻ തുടങ്ങി.
അയ്യോ നമ്മൾ ചത്തേ, ഉറപ്പായി താഴെ വീണ് ചാകും. ഉസോപ്പും ചോപ്പറും കാറാൻ തുടങ്ങി. അപ്പോൾ ഉടനെ തന്നെ കപ്പലിന്റെ പായ വിടർത്താൻ നാമി പറഞ്ഞു. ഇത് കടലാണ്, വെറുമൊരു വെള്ളത്തിന്റെ തൂണല്ല, ഇത് ഉയർന്നു പോകുന്ന ഒരു കറന്റാണ്. താഴെ നാഞ്ഞടിക്കുന്ന കാറ്റ് ഭൗമതാപത്തിൽ നിന്നും നീരാവിയുടെ വിസ്ഫോടനത്തിൽ നിന്നും ഉണ്ടായ ഉയർന്നു പോകുന്ന ഒരു എയർ കറന്റാണ്. കടലിനെയും കാറ്റിനെയുമാണ് നമ്മൾ നേരിടുന്നതെങ്കിൽ എനിക്കത് നാവിഗേറ്റ് ചെയ്യാനാവും. ഈ കപ്പലിന്റെ നാവിഗേറ്റർ ആരാണെന്നാ വിചാരിച്ചത്? നാമി ധൈര്യത്തോടെ പറഞ്ഞു. എല്ലാവർക്കും നാമിയിൽ വിശ്വാസമായിരുന്നു. അവരുടനെ തന്നെ നാമി പറഞ്ഞതുപോലെ തന്നെ സെയിൽസ് വിടർത്തി. വലത്തുവശത്തെ കാറ്റ് പിടിച്ച് ഹെം ഉറപ്പിക്ക്, കപ്പൽ ഒഴുക്കുമായി നേർരേഖയിൽ കൊണ്ടുപോവാ. അപ്പോൾ ഗോയിങ് മേറി ഉയരാൻ തുടങ്ങി. അയ്യോ, കപ്പൽ വെള്ളം വിട്ടു പോകുന്നേ, അയ്യോ വീഴും, നമ്മൾ വീഴും. നാമി എന്നേലും ചെയ്യടി നാമി, ലൂഫി വലറി. ഇല്ല, നമുക്ക് ചെല്ലാനാകും, നാമിക്ക് ഉറപ്പായിരുന്നു. ഗോയിങ് മെറി വെള്ളത്തിൽ നിന്ന് ഉയർന്ന് മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. നമ്മൾ പറക്കുന്നേ, ഗോയിങ് മെറി പറന്നു, അടിപൊളി, കപ്പല് പറക്കുന്നേ. ഉസോപ്പിന് വിശ്വസിക്കാനായില്ല. എന്നാലും അവർ ചെയ്തുകൊണ്ടിരുന്ന ഈ യാത്ര എല്ലാവരെയും ആവേശം കൊണ്ടും അത്ഭുതം കൊണ്ടും അതിശയപ്പെടുത്തി കളഞ്ഞു. ഗോയിങ് മെറി ഉയരങ്ങളിലേക്ക് പോയി. പോകൂ, ഞങ്ങൾ കാണാത്ത സ്വപ്നങ്ങളുടെ അവസാനം വരെ പോകൂ. ക്രിക്കറ്റും മാസ്രയും ഷോജോയും അവർക്ക് യാത്ര പറഞ്ഞു. ഈ കാറ്റും ഒഴുക്കും കൊണ്ട് നമ്മൾക്ക് പോകാൻ പറ്റുന്നത്ര ഉയരത്തിൽ പോകാനാവും. ഓയ് നാമി, നമ്മൾ ആകാശദ്വീപ് ചെല്ലാറായോ? അത് നിലനിൽക്കുന്നുണ്ടേല് ഉറപ്പായും അത് ആ മേഘങ്ങൾക്കപ്പുറം കാണും. മേഘത്തിനപ്പുറത്തോ? അവിടെ എന്തായിരിക്കുമോ ഉള്ളത്? സ്വപ്നങ്ങളുടെ തേരിലേറി അവർ മേഘങ്ങൾക്കപ്പുറത്തേക്കുള്ള കാണാലോകത്തേക്ക് കുതിച്ചു. ഗോയിങ് മെറി മേഘങ്ങൾ കയറി മുറിച്ച് അതിവേഗം മറുപുറം വന്ന് ചാടി. താഴെ ബ്ലാക്ക് ബിയർഡ് പൈരറ്റുകൾ വെള്ളത്തിൽ വീഴാതെ കപ്പലവശിഷ്ടത്തിൽ കയറി രക്ഷപ്പെട്ടു. എന്നാലും ബ്ലാക്ക് ബിയർഡ് ഉറക്കെ അട്ടഹസിച്ചു. ആശം, അവൻ രക്ഷപ്പെട്ടല്ലോ. അവന്മാർ ഭാഗ്യവാന്മാരായിരുന്നു ഡോക്യു. നമ്മളെ ആര് തീരെ രക്ഷപ്പെട്ടിട്ടും നിങ്ങളെന്താ ഇങ്ങനെ? എന്തേലും ചെയ്യ് ക്യാപ്റ്റൻ, പിറകെ പോയി പിടിക്കാമെന്ന് ബാർഗസ്. അരിശപ്പെടാതെ ബർഗസ്, അവരെ ഈ ലോകം വിട്ട് പോയിട്ടൊന്നുമില്ലല്ലോ. ഈ ഗ്രാൻഡ് ലൈനിൽ നമ്മൾ ഉള്ളിടത്തോളം കാലം നമ്മൾ അവരെ അധികം വൈകാതെ കണ്ടുമുട്ടും. തീർച്ചയായും ഈ ലോകത്തിലെ എല്ലാം ശക്തമായ ആഗ്രഹങ്ങൾക്കൊപ്പം ചലിക്കുന്ന ചക്രങ്ങളാണ്. ഗോയിങ് മെറിയിൽ മേഘത്തിൽ കൂടി നനഞ്ഞ് ശ്വാസം മുട്ടി മുങ്ങിച്ചാകാൻ പോയത് കാരണം സ്ട്രോഹാറ്റുകളെല്ലാം അവശരായി കിടന്നു. ആശം, എന്താ സംഭവിച്ചേ? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? ഓയ് നോക്ക്, കപ്പലിന്റെ വെടിയിലേക്ക് നോക്കുന്നു ലൂഫി. അവർ നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മേഘങ്ങളുള്ള വെള്ള നിറത്തിലുള്ള സ്ഥലത്തായിരുന്നു. ഇതെന്ത് സ്ഥലവാ? ഒയ്യോ, എന്നോ എളുപ്പാ. മേഘമോ? നമ്മൾ മേഘത്തിലാണോ? ഇതിന്റെ പുറത്ത് എങ്ങനെയാ നിൽക്കുന്നേ എന്ന് നാമി. ഉറപ്പായി മേഘമല്ലേ, നമുക്ക് നിൽക്കാൻ പറ്റുമെന്ന് ലൂഫി. ഉസോപ്പ് അപ്പോഴും ബോധം പോയി കിടക്കുമായിരുന്നു. അയ്യോ, ഉസോപ്പിന് ശ്വാസമില്ല. അയ്യോ, ഉസോപ്പിന് CPR കൊടു. യോഷ്, ഞാൻ നാമിസാന് CPR കൊടുക്കാം. മണ്ടൻ. ഉസോപ്പെ എണീക്കടാ. ഉസോപ്പ് കണ്ണു തുറന്നു. മേഘങ്ങളോ? ഇതെന്നാ ഇത്? ബേസിക്കലി ഇത് ആകാശത്തുള്ള കടലാണ്, നാമി പറഞ്ഞു. കടലോ? ആകാശത്തോ? നാമി ലോക്ക് പോസിൽ നോക്കി. കണ്ടോ, ലോക്ക് പോസ് ഇപ്പോഴും മുകളിലേക്കാണ് ചൂണ്ടുന്നത്. നമ്മൾ ക്യുമുലോറിഗാലിസ് മേഘങ്ങളുടെ നടുക്കാണെന്നാ തോന്നുന്നത്, റോബിൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനി മുകളിലേക്ക് പോണോ? എങ്ങനെ എന്ന് ചോപ്പർ. അതെനിക്കറിയില്ല. ഹാ, കടൽ. ഉസോപ്പ് ചാടാനായി തയ്യാറായി. ഓയ് ഓയ് ഓയ്, നീ എന്തുവായി കാണിക്കുന്നേ? ഈ കടൽ ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. എന്നാൽ സാഞ്ചി പറഞ്ഞൊന്നും കേൾക്കാതെ ഉസോപ്പ് എടുത്ത് അതിലേക്ക് ചാടി. മേഘത്തിലേക്ക് ലൂഫിയും ചോപ്പറും വണ്ടർ അടിച്ചു നിന്നു. ഉസോപ്പ് ഒരു പേടിയും കൂടാതെ താഴേക്ക് മേഘങ്ങളുടെ കടലിൽ കൂടി നീന്തി. ഇതിൽ നീന്താൻ തടസ്സമൊന്നുമില്ലല്ലോ, പക്ഷെ ഒന്നും കാണാനും ആകുന്നില്ല. ഞാൻ താഴേക്ക് താഴേക്ക് വളരെ എളുപ്പം പോവുകയാണ്. ഉസോപ്പിന് എന്നാ ലക്ക, എനിക്ക് നീന്താൻ പറ്റുമായിരുന്നേല്. നല്ല രസമായിരിക്കും. ലൂഫിയും ചോപ്പറും മണ്ടയിൽ നിന്ന് സങ്കടപ്പെട്ടു. എന്നാൽ കുറെ നേരമായിട്ടും ഉസോപ്പിനെ കാണാനില്ല. ഓയ്, അവൻ തിരിച്ചു വരുന്നില്ലല്ലോ. എല്ലാരും ഒന്ന് നോക്കി. ഈ കടലിന് ഒരു അടിത്തോട്ടുണ്ടോ എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് എന്ന് റോബിൻ പറഞ്ഞു. എല്ലാവർക്കും അപ്പോഴാണ് കാര്യം കത്തിയത്. മണ്ട മേഘത്തിൽ നിന്ന് താഴെ വീണോ? ലൂഫി ഉടനെ തന്നെ കൈ താഴേക്ക് നീട്ടി. പറ്റുന്നത്രയും കൈ നീട്ടു, പക്ഷെ എനിക്ക് താഴെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് ലൂഫി. കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാമെന്ന് റോബിൻ. ഉടനെ റോബിൻ തന്റെ ശക്തി ഉപയോഗിച്ച് ലൂഫിയുടെ കൈകളിൽ കണ്ണു വിരിയിച്ചു. അവൾ ഉസോപ്പിന് വേണ്ടി നോക്കാൻ തുടങ്ങി. എല്ലാവരും പേടിച്ചിരിപ്പായിരുന്നു. ലൂഫിയുടെ കൈ പിന്നെയും താഴേക്ക് നീണ്ടു. ലാസ്റ്റ് മേഘത്തിന്റെ പുറത്ത് കൈ കടന്നപ്പോൾ കണ്ടത് ഭൂമിയിലേക്ക് പതിക്കുന്ന ഉസോപ്പിനെ ആയിരുന്നു. ഉടനെ ലൂഫിയുടെ കൈയിൽ നിന്നും റോബിന്റെ കൈ പൊട്ടി വിരിഞ്ഞ് പല കൈകളുണ്ടായി നീണ്ടു ചെന്ന് ഉസോപ്പിനെ പിടിച്ചു. ലൂഫി കൈ തിരിച്ചു വലിക്കാൻ തുടങ്ങി. അവൻ കഷ്ടപ്പെട്ട് ഉസോപ്പിനെ വലിച്ചു വെളിയിൽ കൊണ്ടുവന്നു. അതിന്റെ ഒപ്പം കുറെ ജീവികളും പൊങ്ങി വന്നു. ഉസോപ്പിനെ തിന്നാൻ വന്നയാണേ. ഉടനെ തന്നെ സോറോയും സാഞ്ചിയും ആ ജീവികളെല്ലാം നാശിപ്പിച്ചു കളഞ്ഞു. പിന്നീട് ശാന്തം.
ഇവിടെ ശ്വസിക്കാൻ ഭയങ്കര പാടാണല്ലോ എന്ന് സോറോ. അവന്മാരെല്ലാം നിന്നണച്ചു. എന്താണേലും വിചിത്രമായ ജീവി തന്നെ. ഇത് മീൻ തന്നെയാണോ? ഈ ജീവികളൊക്കെ ഇതിൽ ജീവിക്കുന്നതാണോ എന്ന് നാമിക്ക് അത്ഭുതം. മേഘത്തിന് പകരം ഇതൊരു കടൽ തന്നെയായി ചിന്തിക്കണമെന്ന് റോബിൻ പറഞ്ഞു. ഉസോപ്പ് ആണെങ്കിൽ അവളെ പേടിച്ച് വിറച്ച് കിടപ്പാണ്. അവനാണെങ്കിൽ ഒരു മീനിനെയും കൊണ്ടാണ് കയറി വന്നത്. റോബിൻ ആ മീനിനെ എടുത്തു നോക്കി. ഇതായിരിക്കും നോളണ്ടിന്റെ ലോഗ് ബുക്കിൽ വിവരിച്ച വിചിത്രമായ ആകാശ മത്സ്യം. ഈ അടിത്തട്ടില്ലാത്ത കടലിൽ അതിജീവിക്കാനായി ഇത് പരിണമിച്ചതായിരിക്കും എന്ന് അവൾ പറഞ്ഞു. അപ്പോ ഇതെല്ലാം പരന്നു ബലൂൺ പോലെ ആയല്ലോ എന്ന് സോറോ. ആയിരിക്കും, ഭാരം കുറയ്ക്കാനായി. താഴെയുള്ള കടലിനേക്കാൾ ഇവിടെ ബോയൻസി കുറവാണ്. ഇതുങ്ങൾക്കെല്ലാം തൂവൽ പോലുള്ള ചെതുമ്പലുമുണ്ട്, മാംസബുക്കുകളെ പോലുള്ള വിചിത്രമായ വായയും ഉണ്ടെന്ന് നാമിയും പറഞ്ഞു. ഉടനെ തന്നെ ലൂഫിക്ക് സാഞ്ചി അത് പൊരിച്ചു കൊടുത്തു. അടിപൊളിയാണെന്ന് ലൂഫി. അതൊന്നും തിന്നാതറ മണ്ട. ചോപ്പർ അപ്പോൾ ബൈനോക്കുലറിൽ കൂടി ചുറ്റും നോക്കുകയായിരുന്നു. അപ്പോൾ അവൻ ദൂരെ ഒരു കപ്പലും കടലിൽ ഒരു മനുഷ്യനും നിൽക്കുന്നത് കണ്ടു. പെട്ടെന്ന് ആ കപ്പൽ തകർന്നുപോയി. ചോപ്പർ അത് കണ്ട് കാറി പേടിച്ചു പോയി. എന്തു പറ്റി ചോപ്പർ? കപ്പൽ എവിടെ എന്ന് സാഞ്ചി. ഇല്ല, അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോ ഇല്ല. എന്തുവാടാ ഈ പറയുന്നേ? പിന്നെ ഒരു കാളയും അത് ഇങ്ങോട്ട് ഓടി വരുവാ. ചോപ്പർ ബഹളം വെച്ചു. ഇവൻ എന്നെ ഈ പറയുന്നേ? നോക്കിയപ്പോൾ ഒരാൾ അതിവേഗം ഗോയിമേരയ്ക്ക് നേരെ അടുക്കുന്നു. ഒരു മനുഷ്യനല്ലേ ആ വരുന്നേ? അവൻ മേഘത്തിൽ കൂടി ഓടുവാണു. അയാൾ ഉയർന്ന് ഗോയിമേരയ്ക്ക് നേരെ ചാടി. ഓയ്, തനിക്ക് എന്നാ വേണ്ടേ? നിങ്ങളെ കൊല്ലണം. അയാൾ പെട്ടെന്ന് വന്ന് സാഞ്ചിയെ ഇടിച്ചിട്ടു. എന്നിട്ട് സോറയുടെ മുഖത്ത് ചവിട്ടി തെറിപ്പിച്ചിട്ട് ഉയർന്നു ചാടി ലൂഫിയെയും ചവിട്ടിയിട്ടു. നിനക്കൊക്കെ ഇതെന്നാ പറ്റി? അയാൾ എന്നിട്ട് ചാടി ഉയർന്നിട്ട് അയാളുടെ ആയുധം ഗോയിമേരയ്ക്ക് നേരെ നീട്ടി വെടിവെക്കാൻ തയ്യാറായി. പെട്ടെന്ന് ഒരാൾ ഒരു പക്ഷിപ്പുറത്തേറി വന്ന് അയാളെ കുന്തം കൊണ്ട് ആക്രമിച്ചു, കടലിലേക്കിട്ടു. എന്നിട്ട് ആ മനുഷ്യൻ വന്ന് ഗോയിമേരയിൽ നിന്നു. ഇനി ആരുവാ? അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഞാനാണ് സ്കൈ നൈറ്റ്. പടച്ചട്ട ധരിച്ചൊരു വൃദ്ധനായിരുന്നു അത്. ഗോയിമേരയെ ആക്രമിക്കാൻ വന്നയാൾ പിന്നീട് തിരികെ വന്നില്ല. അവൻ പോയോ? എന്തു കുന്തമാ ഇവിടെ നടക്കുന്നത്? അയാൾ ആരായിരുന്നു? പിന്നെ നിനക്കൊക്കെ ഇതെന്നാ പറ്റി? ഒരൊറ്റൊരുത്തിനെതിരെ നിങ്ങൾ മൂന്നും തോറ്റല്ലോ. ലൂഫിയും സോറോയും സാഞ്ചിയും മാടി തിരിക്കുകയായിരുന്നു. അപ്പോൾ ചോപ്പർ ആ മനുഷ്യനോട് നന്ദി പറഞ്ഞു. ഇതെന്തു പറ്റി? എന്തോ എനിക്ക് നല്ലതുപോലെ ചലിക്കാൻ പറ്റുന്നില്ല എന്ന് ലൂഫി. അത് നേർത്ത വായു കാരണമായിരിക്കും എന്ന് റോബിൻ പറഞ്ഞു. നിങ്ങൾ ബ്ലൂസിയിലെ ആൾക്കാരാണോ? അയാൾ ചോദിച്ചു. ബ്ലൂസിയിലെ ആൾക്കാരോ? അതെന്നാ? നിങ്ങളാരാ? നാമി ചോദിച്ചു. ഞാൻ സ്കൈ നൈറ്റ്. മേഘങ്ങൾക്കടിയിൽ താമസിക്കുന്നവരെ ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത് ബ്ലൂസി പീപ്പിൾ എന്നാണ്. മറ്റൊരു തരത്തിൽ ചോദിച്ചാൽ നിങ്ങൾ നീലക്കടലിൽ നിന്നും വന്നതാണോ? അതെ. അങ്ങനെ പറ. ഇതാണ് വൈറ്റ് സീ. ഇത് ആകാശത്തിൽ 7000 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 10,000 മീറ്റർ ഉയരത്തിൽ വരെ ഈ വെളുത്ത കടൽ നീണ്ടു കിടക്കും. സാധാരണ ബ്ലൂസി ആൾക്കാർക്ക് ഇവിടെ അതിജീവിക്കാൻ പാടാണ് എന്നയാൾ. ഓക്കെ, ഇപ്പൊ എനിക്ക് ശീലമായി എന്ന് ലൂഫി അപ്പോൾ പറഞ്ഞു. എനിക്കും എന്ന് സോറോയും. ഇല്ല, അങ്ങനെയൊന്നും പെട്ടെന്ന് നടക്കില്ല. എന്താണേലും അയാൾ എങ്ങനെ മേഘത്തിൽ കൂടി ഓടി വന്ന് ഞങ്ങളെ ആക്രമിച്ചത്? ചോപ്പർ ചോദിച്ചു. നിക്ക്, നിങ്ങൾക്കൊത്തിരി ചോദ്യങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആദ്യം ബിസിനസ് പറഞ്ഞ് ഞാൻ തുടങ്ങാം. ബിസിനസ്സോ? ഞാനൊരു വാടക പോരാളിയാണ്. ഈ കടലിൽ ധാരാളം അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. നിങ്ങൾക്ക് ആകാശത്ത് പോരാടാൻ അറിയില്ലെങ്കിൽ അയാളെ പോലെയുള്ള ഗറില്ലകൾ വന്ന് നിങ്ങളെ മെയിൻ തീറ്റയാക്കി കളയും. ഒരു വിസിലിന് 50 ലക്ഷം എക്സ്റ്റോൾ എന്ന നിരക്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. സ്ട്രോഹാറ്റുകൾക്കാർക്കും കത്തിയില്ല. എന്നാ കളവാ? എന്താ? അതൊത്തിരി കുറവാ. ഇതിൽ നിന്നും ഒരു എക്സ്റ്റോൾ പോലും കുറയില്ല. എനിക്കും ജീവിക്കണ്ടേ? ഈ എക്സ്റ്റോൾ എന്ത് കുന്തവാ? പിന്നെ ഈ വിസിലും സാധനവും ഒക്കെ എന്ന് സാഞ്ചി. അപ്പോ ഹൈവേസിലുള്ള കൊടിമുടിയിൽ കൂടിയല്ലേ നിങ്ങൾ ഇവിടെ വന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2-3 ദ്വീപുകൾ മറികടന്ന് കാണണമല്ലോ. അയാൾക്ക് അത്ഭുതം. പിന്നെ നിങ്ങൾ എന്നെ ഈ പറയുന്ന വയസ്സാ? നിക്ക് ഒരു മിനിറ്റ്. ഈ ആകാശക്കടലിലേക്ക് വരാൻ വേറെയും വഴിയുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നേ? പിന്നെ 1-2 ദ്വീപെന്ന് വെച്ചാൽ അതിനർത്ഥം ഇവിടെ ഇനിയും ആകാശദ്വീപുകൾ ഉണ്ടെന്നാണോ? നാം ചോദിച്ചു. നിങ്ങളപ്പോൾ ഞങ്ങൾ നോക്കപ്പ് സ്ട്രീം വഴിയാണ് ഇവിടെ വന്നത് എന്ന് റോബിൻ പറഞ്ഞു. എന്ത്? ആ ഭീകര ഒഴുക്കിലൂടെയോ? അപ്പോ അതിനൊക്കെ ധൈര്യമുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലേ? അയാൾക്ക് അത്ഭുതം. അപ്പോ അതൊരു സാധാരണ വഴി അല്ലായിരുന്നല്ലേ? ഉസോബ് അപ്പോഴും വിറച്ച് കിടപ്പായിരുന്നു. നിങ്ങൾക്ക് പ്രൂവലി ആരെങ്കിലും നഷ്ടമായോ? ഇല്ല, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. മറ്റു വഴികളിൽ കൂടി വന്നാൽ അങ്ങനെയാകുമായിരുന്നില്ല. 100 ആൾക്കാർ ആകാശത്തിലേക്ക് പുറപ്പെട്ടാൽ അതിൽ ചിലർ മാത്രം വരും. അതിലും കുറച്ചാൾക്കാർ മാത്രം അതിജീവിക്കും. ഇതൊരു ചൂതാട്ടമാണ്. പക്ഷേ നോക്കപ്പ് സ്ട്രീമിൽ ഒന്നെങ്കിൽ എല്ലാവരും മരിക്കും, അല്ലെങ്കിൽ എല്ലാവരും അതിജീവിക്കും. അത്രയധികം ആൾക്കാർക്കൊന്നും ഈ പന്തയത്തിൽ ജയിക്കാനാവില്ല. പ്രത്യേകിച്ച് ഈ കാലത്ത്. ഈ കടലിൽ കൂടി നിങ്ങൾക്ക് ധൈര്യത്തോടെ സ്വന്തം കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നാവിഗേറ്റ് ചെയ്യാനാകുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എന്ത് ചെയ്യാനാ? അത് ഞാനുള്ളത് കൊണ്ട് മാത്രം നടന്നതാണെന്നേ.
അപ്പോൾ അയാൾ അവർക്ക് ഒരു വിസിൽ എറിഞ്ഞു കൊടുത്തു. ഈ വിസിലിൽ കൂടി ഒരൊറ്റ വിസിലടിച്ചാൽ മതി, ഞാൻ നിങ്ങളുടെ രക്ഷയ്ക്കായി ഓടിയെത്തും. സാധാരണ ഞാൻ 50 ലക്ഷം എക്സ്റ്റോൾ ഇതിന് ചാർജ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ വിസിൽ നിങ്ങൾക്കുള്ള എന്റെ സമ്മാനമായി കരുതിയാൽ മതി. അയാൾ പോകാൻ തുടങ്ങി. നിക്കി, താങ്കളുടെ പേരെന്താണ് എന്ന് നാമി. ഞാനാണ് ഗാൻഫാൾ എന്ന സ്കൈ നൈറ്റ്. ഇത് എന്റെ പാർട്ട്ണർ പിയർ. ഞാൻ സൂചിപ്പിക്കാൻ വിട്ടുപോയതാണ്. പക്ഷേ എന്റെ പാർട്ട്ണർ പിയർ ഹോൾസോൾസ് ഫ്രൂട്ട് കഴിച്ചതിന്റെ ശക്തി കിട്ടിയ ഒരു പക്ഷിയാണ്. പിയർ രൂപം മാറാൻ തുടങ്ങി. എല്ലാവർക്കും അത്ഭുതവും ആകാംക്ഷയും. ചുരുക്കി പറഞ്ഞാൽ ചിറകുള്ള ഒരു കുതിരയാണിവൻ. പെഗസിസ് ആണോ? അതെ, പെഗസിസ്. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കട്ടെ. അത് പറഞ്ഞ അയാളും പിയറും പറന്നുപോയി. എന്ത് വൃത്തികെട്ട രൂപമായിട്ടാ അത് മാറിയത്? അതിന് ട്രാൻസ്ഫോം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു? നല്ല ചോദ്യം. എന്നാലും അവസാനം അയാളൊന്നും പറഞ്ഞതുമില്ല. നമ്മൾ എങ്ങനെ ഇനി മണ്ടയിലോട്ട് പോകാനാ? എനിക്കറിയാം, ആ പുള്ളിയെ വിളിച്ചു തന്നെ ചോദിക്കാം. ലൂഫി വിസിലെടുത്ത് ഊതാൻ തുടങ്ങി. എന്നാൽ നാമിയും മുസോപ്പും അവനെ വന്ന് തടഞ്ഞു. നിക്കടാത്ത എണ്ടി, അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കാനുള്ള ഇത്. ആ മുഖംമൂടി ഇനിയും വന്നാൽ എന്തോ ചെയ്യും? അപ്പോൾ ചോപ്പർ എന്തോ കണ്ടിട്ട് അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. എന്താ? ഒരു പ്രത്യേകതരം മേഘം. ഒരു വെള്ളച്ചാട്ടം പോലും ഉണ്ടല്ലോ. ഓക്കെ, എന്നാ അങ്ങോട്ട് പോകാമെന്ന് സോറ പറഞ്ഞു. അങ്ങനെ ഗോയിങ് മെറി അതിനു നേർക്ക് മേഘങ്ങളിലൂടെ നീങ്ങി. പക്ഷേ വഴി തടസ്സമായി വലിയ മേഘങ്ങൾ ഉണ്ടായിരുന്നത് കാരണം ഗോയിങ് മെറി സ്റ്റോപ്പ് അടിച്ചു. മുന്നോട്ട് പോകാൻ വഴിയില്ല. ഇനി എന്തു ചെയ്യും? ആകാശത്തിലേക്ക് പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ അത് കടലായിരിക്കില്ലല്ലോ എന്ന് സാഞ്ചി. സാധാരണ മേഘങ്ങളായിരുന്നെങ്കിൽ അത് മുന്നോട്ട് ഒഴുകിയേനെന്ന് നാമി. തൊട്ട് നോക്കി കണ്ടുപിടിക്കാമെന്നേ. അത് പറഞ്ഞിട്ട് ലൂഫി ഗമ്മുഗമ്മിനെ പിസ്റ്റൾ കൊണ്ട് മേഘത്തിൽ ഇടിച്ചു. എന്നാൽ കൈ അതിലിടിച്ച് തെറിച്ചു. ലൂഫി ഉടനെ അതിന്റെ മേളിലോട്ടങ്ങ് ചാടി. അത് നല്ല പട്ടുമെത്ത പോലെ, പഞ്ഞിമുട്ടായി പോലെ സോഫ്റ്റും ബൗൺസിയുമായിരുന്നു. ലൂഫി അതിൽ ചാടി കളിക്കാൻ തുടങ്ങി. ചോപ്പറും ആവേശഭരിതനായി. പിറകെ ഉസോപ്പും എടുത്ത് ചാടി. ചോപ്പറും. ലൂഫിക്കാണെങ്കിൽ അതിൽ കിടന്ന് ഉറങ്ങാൻ വരെ തോന്നി. അവന്മാര് മൂന്നും അതിൽ സന്തോഷത്തോടെ ചാടി കളിച്ചു. അപ്പോ ഈ സാധനമുള്ള സ്ഥലത്തു കൂടി കപ്പലിന് പോകാൻ പറ്റത്തില്ലല്ലോ എന്ന് നാമി. അവൾ ലൂഫിയോട് കപ്പലിന് പോകാൻ പറ്റിയ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തോ ഇവിടെയുണ്ടെന്ന് പറഞ്ഞ് ഉസോപ്പ് അവനെ വിളിച്ചു. ഇതെന്നാ ഗേറ്റോ? ആന്നേ, ആ വെള്ളച്ചാട്ട സാധനത്തിന് താഴെ ഒരു വലിയ ഗേറ്റ് ഉണ്ട്. ലൂഫി വന്ന് പറഞ്ഞു. ഇതുപോലുള്ള സ്ഥലത്ത് മനുഷ്യരുണ്ടാക്കിയ സാധനങ്ങളുണ്ടോ? സാഞ്ചിക്ക് അത്ഭുതം. ഈ കടലിൽ എന്തും കാണാം, അതിൽ അതിശയമൊന്നുമില്ലെന്ന് റോബിൻ. ഗോയിങ് മെറി ആ മേഘങ്ങൾക്കിടയിലൂടെ ഗേറ്റ് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. അവസാനം മേഘങ്ങൾക്കപ്പുറം ആ വെള്ളച്ചാട്ടത്തിന് കീഴിലുള്ള ഹെവൻസ് ഗേറ്റ് എന്നെഴുതിയ ആ വലിയ ഗേറ്റിന് മുന്നിൽ അവരെത്തി. ആ വെള്ളച്ചാട്ടം പോലെ കണ്ടത് ശരിക്കും ഒരു വെള്ളച്ചാട്ടം തന്നെയായിരുന്നു. ഇതെന്നാ സ്വർഗ കവാടം എന്നൊക്കെ? എനിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. നമ്മ ചാകാൻ പോകുന്ന പോലെ തോന്നുന്നു. ഉസോപ്പ് പേടിക്കാൻ തുടങ്ങി. അപ്പോൾ ആരോ പുറത്തേക്ക് വരുന്നുണ്ടെന്ന് ഉസോപ്പ് ചൂണ്ടിക്കാട്ടി. ക്യാമറയിൽ ഫോട്ടോ എടുത്തുകൊണ്ട് പുറത്ത് ചെറിയ ചിറകുള്ള ഒരു വൃത്ത പുറത്തു വന്നു. കണ്ടോ, അവരുടെ മുതുകത്ത് ചിറകുണ്ട്. മാലാഖയാണോ? മാലാഖമാർ ഇങ്ങനെയാണോ? ഞാനാണ് ആമസോൺ, ഈ ഹെവൻസ് ഗേറ്റിന്റെ ഇൻസ്പെക്ടർ. നിങ്ങൾ കാഴ്ച കാണാൻ വന്നതാണോ അതോ യുദ്ധത്തിനോ? അവർ ചോദിച്ചു. അത് കാഴ്ച കാണാൻ വന്നതാണെന്ന് നാമി. ഞങ്ങൾക്ക് ആകാശദ്വീപിലേക്ക് പോകണം. ഈ ഗേറ്റ് കഴിഞ്ഞല്ലേ അത്? ലൂഫി ഉറക്കെ ചോദിച്ചു. ഈ യുദ്ധം കൊണ്ടെന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? സോറോയും ചോദിച്ചു. എന്താണെങ്കിലും കാര്യമില്ല. നിങ്ങൾ അപ്പർ ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ ഒരാൾക്ക് 1 ബില്യൺ എക്സ്റ്റോൾ എൻട്രൻസ് ഫീ അടയ്ക്കണം. അതാണ് നിയമം. 1 ബില്യണോ? പിന്നെ എക്സ്റ്റോള്. ഈ 1 ബില്യൺ എക്സ്റ്റോൾ എത്ര ബെറിയാണോ? എന്താണേലും 1 ബില്യൺ ഒക്കെ ഒത്തിരി കൂടുതലാ. ഒരാൾക്ക് 1 ബില്യൺ വെച്ച് 7 പേർക്ക് 7 ബില്യൺ. ഒരു രാജ്യത്ത് കയറാനല്ലേ? അങ്ങനെയൊക്കെ സാധാരണ ചെയ്യുവോ? ഈ കിളവി പറ്റിക്കാന്നോ? നാമി പെട്ടെന്ന് ഉസോപ്പിന്റെ ബാബുത്തി. അതെ, ഈ പൈസയെ കുറിച്ച് ഞങ്ങളുടെ കയ്യില് ഇല്ലെങ്കിലോ? നിങ്ങൾക്ക് കടന്നു പോകാം. ഇവർക്ക് ഇതെന്തുവാ? അതോ നിങ്ങൾക്ക് പോകണ്ടേ? ഞാൻ ഗേറ്റ് കീപ്പറോ ഗാർഡോ അല്ല. നിങ്ങളുടെ ഉദ്ദേശം ചോദിച്ചറിയുക എന്നതാണ് എന്റെ ലക്ഷ്യം. എന്നാ ഓക്കെ, ആകാശദ്വീപിലേക്ക് പോകാം. ഞങ്ങളുടെ പൈസയില്ല, എന്നാലും ഞങ്ങൾ പോവാം അമ്മച്ചി. ഓക്കെ, നിങ്ങൾ 7 പേരല്ലേ? അതെ, പക്ഷെ ആകാശദ്വീപിലേക്ക് എങ്ങനെ ഞങ്ങൾ? പെട്ടെന്ന് 2 സാധനങ്ങൾ വന്ന് ഗോയിങ് മെറിയിൽ പിടുത്തമിട്ടു. വെളുത്ത കടലിലെ പ്രശസ്തമായ എക്സ്പ്രസ് ലോബ്സ്റ്റർ. ഉടനെ തന്നെ ആ വലിയ കൊഞ്ച് ഗോയിങ് മെറിയെ മുതുകിലേറ്റി വെള്ളച്ചാട്ടത്തിന് നേർക്ക് കുതിച്ചു. ഭയങ്കര സ്പീഡിലായിരുന്നു അത് പോയിരുന്നത്. അപ്പോൾ മുകളിലേക്ക് വലിയ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന വഴി പ്രത്യക്ഷപ്പെട്ടു. ഇത് ഹെവൻസ് ഗേറ്റിന്റെ ഇൻസ്പെക്ടർ ആമസോൺ ആണ്. സർവശക്തനായ ദൈവവും അദ്ദേഹത്തിന്റെ പുരോഹിതന്മാരും അറിയാൻ ദൈവത്തിന്റെ മണ്ണായ സ്കൈപ്പിയയിലേക്ക് 7 പേർ അനധികൃതമായി പ്രവേശിച്ചിരിക്കുന്നു. അവർക്ക് സ്വർഗീയ വിധി കൽപ്പിച്ചാലും
ആകാശദ്വീപിലേക്കുള്ള വളഞ്ഞു പുളഞ്ഞു പോകുന്ന വഴിയിലൂടെ സ്കൈപ്പിയ എന്ന ദൈവലോകത്തിലേക്ക് ഗോയിങ് മെറിയും സ്ലോഹാറ്റുകളും മുന്നേറി.